ശാന്തിയുടെയും പ്രത്യാശയുടെയും നിറവിൽ വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വന്നെത്തിയിരിക്കുകയാണ്. പരസ്പരം സമാധാനവും സന്തോഷവും പങ്കുവയ്ക്കണമെന്നും ബന്ധങ്ങൾ പുതുക്കണമെന്നുമുള്ള സ്നേഹ സന്ദേശമാണ് തിരുപ്പിറവിയുടെ ഓർമ്മ ദിവസം പങ്കുവയ്ക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ വചനം ആവർത്തിച്ചുകൊണ്ടാണ് ഡിസംബർ 25-ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. മതപരമായ ആഘോഷം എന്നതിനപ്പുറം ക്രിസ്തു പഠിപ്പിച്ച സ്നേഹവും ക്ഷമയും അനുകമ്പയും സമാധാനവും സാർവത്രിക മൂല്യങ്ങളും ഉൾക്കൊള്ളുന്നതുകൂടിയാണ് ഈ ദിനം. മകരമഞ്ഞും കരോളിന്റെ സംഗീതവും മനോഹരമായ പുൽക്കൂടുകളും തിളങ്ങുന്ന നക്ഷത്രങ്ങളും തലയെടുപ്പോടെ നിൽക്കുന്ന ക്രിസ്മസ് ട്രീയുമെല്ലാം ക്രിസ്മസ് മാസത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ജാതിമത വ്യത്യാസമില്ലാതെ ഏവരും ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ക്രിസ്മസിനെ പോലും വർഗീയതയുടെ ചായം കൊണ്ട് മലീമസമാക്കാനാണ് BJPയുടെ ശ്രമം. കരോൾ ഗാനങ്ങളാൽ മുഖരിതമാക്കേണ്ട രാവിൽ ഗണഗീതം പാടുമെന്ന ആഹ്വാനം തന്നെ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്വന്തം സുഖവും സന്തോഷവും അപരന്റെ ദുഃഖമായി മാറാതിരിക്കാൻ വേണ്ട കരുതൽ നമുക്കുണ്ടാകണം. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറവിയെടുത്ത ഉണ്ണിയേശുവിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ദൈവപുത്രന്റെ നാട് കണ്ണീരിലാണ്. കരോൾ ഗാനങ്ങൾ പാടേണ്ട കുഞ്ഞതരങ്ങൾ നിലവിളിക്കുകയാണ്. കേക്ക് മുറിച്ചും പുത്തനുടുപ്പിട്ടും പുൽക്കൂടുണ്ടാക്കിയുമൊക്കെ ആഘോഷിക്കേണ്ടിടത്ത് പട്ടിണിയും ദാരിദ്ര്യവും. മഞ്ഞ പൊടിഞ്ഞിരുന്ന ബെത്ലഹേമിന്റെ തെരുവുവീഥികൾക്കിന്ന് രക്തത്തിന്റെ രൂക്ഷഗന്ധമാണ്. യുദ്ധങ്ങളും വംശഹത്യകളും കൊലപാതകങ്ങളും ലോകത്തരങ്ങുവാഴുമ്പോൾ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വചനത്തിന്റെ പ്രസക്തിയും വർദ്ധിക്കുന്നു. ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും ശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ടായതുപോലെ ഏതു വിഷമകാലത്തിനു ശേഷവും ഒരു നല്ല കാലം വരുമെന്ന പ്രതീക്ഷ കൂടിയാണ് ഈ ക്രിസ്മസ് ദിനവും നമുക്ക് നൽകുന്നത്. ഏവർക്കും കൈരളി ന്യൂസിന്റെ ക്രിസ്മസ് ആശംസകൾ. ഭദ്രാചന്ദ്രൻ, കൈരളി ന്യൂസ്.